മാധു 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 ഒരൊറ്റ പേടി ഉണ്ടാവില്ല കേട്ടാ. എന്നാ ഇത് മുത്തിക്ക് കൊടുക്ക്. എന്നാ ഞങ്ങൾ പോട്ടെ. ഓ ശരി. അമ്മേ 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 വെള്ളത്തായി പറഞ്ഞു ഇനിയൊരു പേടി ഉണ്ടാവില്ല എന്ന്. ഓ അതിന് പേടി ഉണ്ടാക്കണമെന്നല്ലേ വേണ്ടാത്ത ഓരോ കഥകളും പറഞ്ഞ്. കഥ പറഞ്ഞു കൊടുക്കണതേ അത്ര വലിയ കുറ്റമൊന്നുമല്ല. കുട്ടികളാവുമ്പോൾ ഇത്തിരി പേടിയൊക്കെ ഉണ്ടാവും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വലുതായിട്ടുള്ളത്. ഓരോ കുന്ത്രണ്ട കഥകളും കിട്ടി രാത്രി കിടന്ന് പിച്ചുമ്പയും പറഞ്ഞിട്ടുണ്ടല്ലോ. പുറത്തേക്ക് വാതിലടയ്ക്കും ഞാൻ, നോക്കിക്കോ. അച്ഛമ്മ വെള്ളത്തായിയുടെ അടുത്തേക്ക് പ്രാന്തായത് ഒടിയനെ കണ്ടിട്ടാ? എന്റെ പൊന്നോ, ഞാനൊന്നും പറയാനില്ലേ. നിക്ക് വയ്യ എന്നെ തള്ളയുടെ വായിലിരിക്കണ കേക്കാൻ. അച്ഛമ്മ കണ്ടിട്ടുണ്ടോ മാധുപ്പെണ്ണിനെ? വെള്ളത്തായുടെ കൂടെ തറവാട്ടിലൊരിക്കൽ വന്നിട്ടുണ്ട് ഒരു വിഷുവിന്. മാധുവിനന്നേ വയറ്റിലുണ്ടായിരിക്കണ സമയം. കണ്ടാ പാവം തോന്നും. ഒരു ചെറിയ പെണ്ണ്. വെള്ളത്തായുടെ നാത്തൂനാ ഈ മാധു. വല്യമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളമുണ്ടും ജാക്കറ്റ് തുണിയും കൈനീട്ടം വാങ്ങിയ മാധു ഒന്ന് പോയത്. പിന്നെ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വേന വരുന്നുണ്ട്, ക്ഷീണമുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഈ സമയത്ത് ഇതൊക്കെ പതിവാണ്. നോക്ക് പെണ്ണെ, എരിവും പുളിയൊക്കെ കുറയ്ക്കണം. വയറ്റ് കിടക്കുന്ന കുട്ടിക്കേ അത് ദോഷമാണ്. ഇപ്പം കൊടുക്കണ കഷായം തന്നെ കൊടുത്താൽ മതി. കുളിക്കണ വെള്ളത്തിലേ ഈ വേരും കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി. ശരി. ധാരാണ് മാധുവിന്റെ കിട്ടിയനാ. എന്നാ കരുമാ, ഓ ഇന്നൊന്ന് പാടം കിടത്തി വിട്. ഓ വരി. കരിമേട്ടാ, വൈദ്യരെ നാം കൊണ്ടുവിടാന്ന് വെക്കാ വഴിയാണ്ട് പോവുകയും ചെയ്യാലോ. നീ ഇന്ന് പോയാലും എങ്ങനെ അപ്പൂ? മാധുവിൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ? അല്ല കരിമേട്ടാ, പലിച്ച കല്ലറക്കാനുണ്ട്. കുടുംബത്ത് ആ കുരുത്തിക്ക് നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൂ. അതുകൊണ്ടല്ലേ നിന്നെ വരാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പലച്ചയ്ക്ക് പോവാ. നീ അവിടെ ഇരിക്കി. വൈദ്യരെ വരി. കരുമാ, വയറ്റുകാരി പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്നറിയാലോ. ഒടിയന്മാർ വാഴണ നാടാണ്. അവരൊക്കെ കണ്ണുവെച്ചാൽ പിന്നെ ഭഗവതിക്കും കൂടി കൂട്ടിയാൽ കൂടില്ല.
മോന്തി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങണ്ടെന്ന് പറ അതിനോട്. സൂക്ഷിച്ച നന്ന്. ദിച്ചു നോക്കി നടക്ക്. വേഗം നടക്കി, മഴ വരും തോന്നുന്നുണ്ട്. എന്താപ്പാ? ഒന്നുമില്ല, നടക്കി. ആ വൈദ്യരെന്താ പറഞ്ഞേ? ഒടിയന്മാരുടെ കണ്ണിപ്പെടാണ്ട് മാധുവിനെ നോക്കണമെന്ന്. ഒടിയന്മാര് കണ്ട എന്താപ്പാ കുഴപ്പം? കുഴപ്പമുണ്ട് ദച്ചു. അത് ഈ വയറ്റിക്കാരി പെണ്ണുങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, അതിനെ എടുത്തിട്ടാണ് ഈ ഒടിയന്മാർ ഒടിമഷി ഉണ്ടാക്കണത്. എന്നിട്ട് ഈ ഒടിമഷി എടുത്തിട്ട് ഏതെങ്കിലും ഒറ്റ പനയുടെ മോളിൽ കയറിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചു വെക്കും. പിന്നെ അതിനെ എടുത്തിട്ട് ചെവിൻ്റെ പിന്നാലെ തേച്ചിട്ടാണ് അവർ പുറത്തിറങ്ങണത്. അപ്പം അവർ വിചാരിക്കണത് എന്ത് വേഷം അവർക്ക് കെട്ടാൻ പറ്റും. അപ്പം അവർക്ക് 3 കാലുള്ള ആടുമാടുകളാകാൻ പറ്റും. അവർ വിചാരിക്കണത് എന്ത് ജീവിയാണെങ്കിൽ ആകാൻ പറ്റും. അങ്ങനെ ഒടിമന്ത്രം ചൊല്ലി ഗർഭിണി പെണ്ണുങ്ങളെ വശീകരിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കരിക്കുംപെട്ടയോ മുളങ്കത്തിയോ കൊണ്ട് വയറ് കീറി കുട്ടിയെ പുറത്തെടുക്കും. എന്നിട്ട് അമ്മോ, അച്ഛമ്മയും കുട്ടി നേരത്തെ ഉറക്കായ? ഏയ്, ഞങ്ങൾ ഓരോ കഥകളും പറഞ്ഞു. കാക്കടം പൂച്ചടം കഥയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പുതിയ റീല ഒടിയൻ. നിങ്ങളുടെ മൂക്ക് ഇപ്പൊ പഠിപ്പൂല, രാത്രി ഉറക്കൂല. എന്താ അമ്മ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലടാ, ഇവക്കേ മാധുവിന്റെ കഥ കേൾക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അതെയോ? ഇതെന്താ കയ്യില്? വെള്ളത്തെ കെട്ടിത്തന്നതാ, പേടിക്കാണ്ടിരിക്കാൻ. കൊള്ളാലോ, നല്ലതാ. മോള് കിടന്നോ? കാലത്ത് 9 മണിക്ക് എണിക്കാനുള്ളതല്ലേ, കിടന്നോട്ടാ. അതേ, ഒടിമരണ നേരെ വേഗം കിടന്ന് ഉറങ്ങിക്കോ. മതി മതി. അമ്മോ, അവിടെ ഇരിക്കി. വല്ലതും തട്ടി വീഴും. നാശം പിടിച്ച് കരണ്ടിന് പോവാൻ കൊണ്ടൊരു നേരം. ഇനിയിപ്പോ എമർജൻസി എവിടെ? അത് കത്തണില്ലടാ, ആ മേശയിൽ മെഴുകുതിരി കാണും. അമ്മൂ, ആ ജനലൊന്ന് അടയ്ക്കും മോളെ.
കാന്തന്റെ മാറിയിലെ കാന്തന്റെ ഇതോടി എന്റെ പണിയണ്ട അല്ലാണ്ടെന്താ ഗർഭമുടമായ കാട്ടി മറയത്തൊളിക്കണാര് മറയത്തൊളിക്കണാര് രാപ്പൂ പിരിയണ നേരം പിരിയണ നേരം പിരിയണ നേരം പിരിയണ നേരം. അമ്മേ 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 അച്ഛമ്മ അച്ഛമ്മ അച്ഛമ്മേ 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 എന്താ എന്താ അമ്മു? അമ്മ കാണാനില്ല. ഓ അതാണോ കാര്യം? പേടിച്ചു പോയല്ലോ പെണ്ണെ. കരയണ്ട, അവര് ആശുപത്രി പോയതാ. കാലത്ത് അമ്മയ്ക്കൊരു വയ്യായിക. പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു, നിനക്കൊരു കുഞ്ഞാവ ജനിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞാവേനെ കണ്ടേ നിനക്ക്? എന്നാ വേഗം പോയി കുളിച്ച് നല്ല കുട്ടിയായിട്ട് വാ. അച്ഛമ്മ ചായ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാക്കും കൂടി കുഞ്ഞാവനെ കാണാൻ പോവാം. അച്ഛമ്മേ, എന്റെ കുഞ്ഞാവിനെ ഓടിയം പിടിക്കുകയോ? ഗർഭമുടയ്ക്കാൻ ഒടിമായ കാട്ടി മറയത്തൊളിക്കണാര് മറയത്തൊളിക്കണാര്
രോജാപ്പൂ വിരിയണ നേരം വിരിയണ നേരം വിരിയണ നേരം വിരിയണ നേരം രാക്കിളി പാടണ നേരം നേരം കന്നിപ്പൂ പൊട്ടിട്ട കാലം പെണ്ണേ ഉള്ളുവാനാളു